അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് പാകത്തിന് ഉപ്പും പച്ചവെള്ളത്തിലാണ് കുഴക്കണത്. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 3 ചട്ടിപ്പത്തിരി എനിക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ. ഞാൻ 4 എണ്ണത്തിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ കൂട്ടും ഒക്കെ 4 എണ്ണത്തിൻ്റെയാണ് കേട്ടോ. 1 കിലോന് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. നന്നായി കുഴച്ചിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു അര-മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അങ്ങനെ ഞാൻ അതിലേക്ക് 1.5 കിലോന് വലിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 50 ഗ്രാം ഉണ്ടാവും. പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ 1 കിലോ ചിക്കനാണ്. അത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത കഷ്ണമാണ് വേണ്ടത്. ഇതിൽ 2 കഷ്ണങ്ങളും കൂടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ 1.5 കിലോ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ വലിയ ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഇവിടെ, അതിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ മുറ്റത്ത് ഒരു ചെറിയ വീതന പോലെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നന്നായി വഴറ്റണ്ട, എന്നാലും അതിൻ്റെ പച്ചച്ചവ മാറും വേണം. ഒന്നും ഇങ്ങോട്ട് ആ ട്രാൻസ്പെറൻറ്റ് ഇങ്ങോട്ട് മാറിക്കിട്ടണം. അത്രയും നേരം വഴറ്റിയെടുക്കണം നമുക്ക് കേട്ടോ. വലിയ അടുപ്പിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ചെറിയ ഗ്യാസ് സ്റ്റൗ അല്ലേ, അപ്പോൾ അതിലൊന്നും ഇത്രയും ഉള്ളി വഴറ്റിയാൽ കുറേ നേരം പിടിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഉള്ളി ഒന്ന് നന്നായി വഴഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെയും കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് ഞാൻ കുറച്ചും കൂടി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം. അങ്ങനെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചച്ചവ മാറണ വരെ വഴറ്റണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഇട്ടത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മിക്സിയിലാണ് ഞാൻ ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. പക്ഷേ നമുക്ക് പിച്ചെടുക്കുകയാണ് നല്ലത്. അത് കുറേ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കടിക്കാൻ ഇറച്ചി കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ചിക്കൻ ഇങ്ങനെ ഒന്നും കൂടി മിക്സിയിലായി എടുത്തതുകൊണ്ട് ഒന്നിങ്ങനെ നല്ലോണം ഇതായി വന്നു, ക്രഷ് ചെയ്ത് വന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ തോന്നിയപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്ത് ഞാൻ ഒക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കരിവേപ്പിൻ്റെ ഇലയും ചപ്പുമാണ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതും ഇട്ട് കൊടുത്തു. ചപ്പൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ടേസ്റ്റാണ്. കരിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ. പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ മൈദ മാവ് കുഴച്ച് വെച്ചത് ഞാൻ 10 ചെറിയ ബോളാക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. ഞാനിത് ഒന്നിച്ചാണ് പരത്തുന്നത്. അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് പരത്തിൻ്റെ ശേഷം അതിലേക്ക് ഓയിലും മൈദപ്പൊടി ഇട്ടിട്ട് അവിടെ മാറ്റി വെക്കുകയാണ്, അങ്ങനെ ഒന്നിച്ച് പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 3 എണ്ണം ഒരുമിച്ച് മേലെ വെച്ചിട്ട് അങ്ങനെ ഒന്നിൽ ഞാൻ 10 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ചട്ടിപ്പത്തിരിക്ക് കേട്ടോ. 10 എണ്ണം വെക്കുന്നുണ്ട്, ഒന്ന് അടിയിൽ. അങ്ങനെ 11 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ശരിക്കും ഇത് 1 കിലോനാണ് പറയുക, പക്ഷേ ഇത് 1 കിലോൻ്റെ ഏറെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുട്ട് വന്നപ്പോൾ. അങ്ങനെ ഞാൻ ഒന്നിച്ച് പരത്തണം. 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഒന്നിച്ച് പരത്തുന്നത്. ഈസിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചുടാൻ. നമ്മൾ ദോശമാവ് ചുടണയിലേറെ ഈസിയാണ്. ഇങ്ങനെ ചുടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കനല്ലാതെ ഇതിൻ്റെ ഈ ചപ്പാത്തി കിട്ടും. 3 എണ്ണം ഒന്നിച്ച് പരത്തല്ലേ. ഒന്നൊറ്റക്കാണെങ്കിലാണ് നമുക്ക് ഇത്രയും പരത്താൻ കഴിയാത്തത്. 3 എണ്ണം ഒന്നിച്ചായതുകൊണ്ട് നമുക്ക് കനല്ലാതെ കിട്ടും. അങ്ങനെ ഞാൻ പാത്രത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് അതിലേക്ക് കണക്കാക്കി പരത്തി വെച്ചതാണ് കേട്ടോ.
പിന്നെ നമ്മളിത് ഒന്നും ഇങ്ങോട്ട് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ എല്ലാതും പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്തു. ഞാനൊരു 12 പരത്തിയിട്ടുണ്ടായിരുന്നു. 10 നമ്മൾ ഒന്നിൽ വെക്കുന്നുണ്ട്. 10 അല്ല 11. ഒന്ന് അടിയിലേറെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അടിയിലുള്ളത് കരിഞ്ഞാൽ അതെടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കണത് എന്ന്. 10 എന്തായാലും നമുക്കിതിലേക്ക് വേണം. അങ്ങനെ ഞാൻ എല്ലാതും ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നും ചൂടാറിയിട്ട് ഇതിൽ നിന്ന് വേറെടുത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്കിത് ഇതിൽ നിന്ന് കിട്ടും. ഒന്ന് ചൂടാറണം കേട്ടോ, ചൂടോടെ എടുക്കരുത്. അങ്ങനെ ഞാൻ ഓരോന്നിൻ്റെ ഇങ്ങനെ 3 വെച്ചിട്ടാണ് ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോന്നും വേറെടുത്തെടുത്തു. കനല്ലാത്ത ചപ്പാത്തിയാണിത്. പിന്നെ ഞാൻ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും ഒഴിച്ചെടുത്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ മുഴുവൻ കാണിക്കായാണ്, വീഡിയോ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ട് 1/2 കപ്പ് പാല് വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോഴാണ് ഒന്നും കൂടി സോഫ്റ്റ് ആവുക നമുക്കിതിൻ്റെ ചപ്പാത്തി. അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാതെ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ചാണ് ഞാൻ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റത്തെ ചപ്പാത്തി ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ അടിയിൽ വെറുതെ വെച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, എഗ്ഗും മിൽക്കും കൂടി മിക്സ് ആക്കിയിട്ടുള്ള നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് നമ്മൾ സൈഡിലൊന്നും ആവാത്ത വിധത്തിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ രണ്ടാമത്തതും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുട്ടൻ്റെ മിക്സ് ഇട്ട് കൊടുക്കേണ്ടത്. അത് എന്താണെന്നറിയോ, നല്ലോണം പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ല ഹൈറ്റും വരണം പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ അതേപോലെ തന്നെ ആ എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തതും പഴയതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന്. അപ്പോൾ അവർ 36 പീസ് എങ്ങാണ്ടാണ് ഇത് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് അതിലേറെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ 2-3 പീസേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു അവർ. നോമ്പറക്കലിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് സാധനം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ബാക്കിയാവലാണല്ലോ. പക്ഷേ ഇത് ബാക്കിയായിട്ടുണ്ടായിരുന്നതിലൊക്കെ എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് അവർ പറഞ്ഞു കേട്ടോ. ശരിക്കും നമ്മളിത് 1 kgക്കാണ് ഇതിൻ്റെ റേറ്റ് പറയാം. ഇത് ശരിക്കും ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 1,400 അങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1,400ൻ്റെ മുകളിലുണ്ടായിരുന്നു. നമ്മൾ 1 kgക്കാണ് ഇതിൻ്റെ റേറ്റ് പറയുക. അങ്ങനെ ഞാൻ 10 ലെയർ വെച്ചെടുത്തിട്ടാണ് ഫില്ല് ചെയ്തത്. നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ ആദ്യം ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സിമ്മിൽ ഒരു 10-20 മിനിറ്റ് വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ അടിയിലുള്ള നമ്മൾ ആ ഫസ്റ്റിലൊന്നും ചെയ്യാതെ വെച്ചെടുത്തല്ലോ, അത് ചിലപ്പോൾ ഒന്ന് നന്നായിട്ട് കരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് അതാണ്ട് എടുത്തിട്ട് കൊടുത്താൽ മതി. അതിനാണ് അടിയിലൊന്നും ചെയ്യാതെ നമ്മൾ വെച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു എന്താ പറയുക, ഒരു ഫ്രൈ പാന് അപ്പുറത്തെ ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ എന്താ പറയുക കമിഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതും ഒരു 5 മിനിറ്റ് വെച്ചെടുത്താൽ ഇതിൻ്റെ മുകൾ ഭാഗം വെന്ത് വരും. അങ്ങനെയാണ് ഇത് നമ്മളിതിൻ്റെ മുകൾ ഭാഗം വേവിച്ചെടുക്കൽ. ഇതിൽ കൂടുതൽ എണ്ണ അല്ലെങ്കിൽ നമ്മൾ മുക്കി പൊരിക്കുക അതൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഇതൊന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നല്ലോണം ചുറ്റിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുക്കണമെന്ന്. ഞാനൊന്നൊരു ഓയിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും വീഡിയോ എന്താ പറയുക കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ഞാനിത് കട്ട് ചെയ്യണത് ഒരു ബട്ടർ പേപ്പർ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ 36 പീസ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1 12 1 14 അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം കഴിക്കാൻ വേണ്ടി ഉണ്ടാവും ഒരാൾക്ക്.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 36 പീസിലേറെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് 12, ഒന്ന് 14, 16 അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പീസ് ഓരോരുത്തർക്ക് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് അവരും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഡിഷ് ഉണ്ടാവുമല്ലോ. നല്ല സോഫ്റ്റുള്ള പീസാണ്, കണ്ടാൽ തന്നെ അറിയില്ലേ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.